ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ മിനിറ്റുകളിലൂടെയാണ് നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. എന്നാൽ ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ വേസ്റ്റായി പോവാണ്, അല്ലെങ്കിൽ എനിക്ക് പഠിച്ചതൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്നീ ഒരു അവസ്ഥ നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഈ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെ ആയിരിക്കും. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് അല്ലേ. ഞാനും നിങ്ങളും ഒക്കെ മനുഷ്യന്മാരാണ്. നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് പഠിക്കുന്നു, അവർക്കൊക്കെ റിസൾട്ട് കിട്ടുന്നു എന്നൊക്കെ കാണുമ്പം നമ്മൾ അയ്യോ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ലല്ലോ, ആ ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. എന്നാൽ അവർ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, എത്ര കഷ്ടപ്പെട്ട് പകലില്ലാതെ ഇരുന്നിട്ടാണ് അവർക്ക് ഒരു റിസൾട്ട് കിട്ടിയത് എന്നുള്ളത് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. ലാസ്റ്റ് ഫൈനൽ ഗ്രാജുവേഷനും റിസൾട്ടും ഒക്കെ കാണുമ്പം സോഷ്യൽ മീഡിയാസിലല്ലേ, വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റാറ്റസ് ആണ് നമ്മൾ കാണുന്നത്. അല്ലാതെ എത്രത്തോളമാണ് അവരുടെ കഷ്ടപ്പാട് ആ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടേ ഇല്ല അല്ലേ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ എന്താണോ അവർ ചെയ്യുന്നത് അതേ സ്ട്രാറ്റജി ഫോളോ ചെയ്യുക എന്നുള്ളതിന് പകരം നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് ഉള്ളിലേക്ക് നിങ്ങൾ തന്നെ സ്വയം നോക്കുക. എന്താണ് നിങ്ങൾക്ക് പ്രശ്നം, എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്? രാവിലെ പഠിക്കുന്നതാണോ, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് ആദ്യം പഠിക്കുന്നതാണോ, ഈ സബ്ജക്റ്റ് ആണോ നിങ്ങളുടെ പ്രശ്നം, ഏതാണ്, എവിടെയാണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം. ആ ഒരു പ്രശ്നം ടാക്കിൾ ചെയ്താൽ തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ ആ റിസൾട്ട് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നിങ്ങൾ ആരും ബോധേഡാവേണ്ട ആവശ്യമില്ല. നമ്മുടെ ആദ്യം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. നമുക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുക. അപ്പോൾ പിന്നെ റിസൾട്ട് അതിൻ്റെ ബാക്കിൽ വന്നോളും. നമ്മൾ ഈ എക്സാം ഈസി ആവോ ടഫ് ആവോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മാക്സിമം എഫേർട്ട് നമ്മൾ എടുക്കുക. ആ ഒരു എഫേർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് നമ്മുടെ പിറകെ വന്നോളും. അതാലോചിച്ച് നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. നമ്മുടെ റിസൾട്ടിനും കാത്ത് അല്ലേ, നമ്മൾ വർക്ക് ചെയ്തിട്ട് നമ്മുടെ റിസൾട്ടും കാത്ത് വീട്ടിലും കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ നമ്മുടെ റിസൾട്ടിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഓരോ എക്സാമും കഴിഞ്ഞ് വരുന്ന സമയത്ത് അവരവിടെ വെയിറ്റ് ചെയ്യും അല്ലേ. എന്താണ് മോളെ അല്ലെങ്കിൽ മോനെ അവസ്ഥ, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു, എളുപ്പമാണോ ടഫാണോ? അപ്പോൾ അവരോട് നമുക്ക് ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റണം, അമ്മേ ഭയങ്കര ഈസി ആയിരുന്നു എക്സാം, ഞാൻ വിചാരിച്ച എല്ലാ കാര്യങ്ങളും വന്നു, എനിക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റി. ആ ഒരു ഉത്തരമായിരിക്കണം നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ റിസൾട്ട് വരുന്ന സമയത്തും ആ ഒരു പുഞ്ചിരിയും ആ ഒരു സന്തോഷമൊക്കെ അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, മിസ്സിൻ്റെ കുട്ടികൾ റിസൾട്ട് ആലോചിച്ച് ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. നമ്മുടെ എഫേർട്ട്, ടോട്ടൽ എഫേർട്ട്, മൊത്തം കാര്യങ്ങൾ നമ്മൾ എടുക്കുക. അപ്പം എങ്ങനെയാണ് ഇതൊക്കെ പഠിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് എനിക്ക് ഒരു ഓർഡർ കിട്ടുന്നില്ല എന്നാണെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് അല്ലേ, എനിക്കും 24 മണിക്കൂറാണ്, നിങ്ങൾക്കും 24 മണിക്കൂറാണ്, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും 24 മണിക്കൂറാണ് അവരുടെ കയ്യിലുള്ളത്. ആ 24 മണിക്കൂർ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്യുക. രാവിലെ എണീക്കുന്നു അല്ലേ, എല്ലാ ദിവസവും എണീക്കുന്നതിന് ഒരു ഇത്തിരി നേരത്തെ എണീക്കുക. എന്നിട്ട് നമ്മളൊരു 8 മണിക്കൂറെങ്കിലും ഒരു ദിവസം എഫക്റ്റീവായിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. എന്നിട്ട് അവിടെ നമ്മുടെ ബാക്കി കാര്യങ്ങളും എന്ന് വെച്ച് എക്സാമാണ്, ഫുഡ് കഴിക്കേണ്ട, ഇത് കഴിക്കേണ്ട, അങ്ങനെയല്ല, ഫുഡും കഴിക്കുക, എല്ലാത്തിനുള്ള ബ്രേക്ക് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഉള്ള സമയത്ത് നന്നായിട്ട് പഠിക്കാം. അതിന് നിങ്ങളുടെ കൂടെ ഇനി എങ്ങനെയാണ് ഞാൻ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠിത്തം ഫോളോ ചെയ്യുക എന്നുള്ളവർക്ക് ഇനി +2-ലാണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ജ്വാല ബാച്ച് ഉണ്ടാവും. ഓക്കെ, മിസ് ഈ കാര്യം പറയാൻ കാരണം +1-ൽ നമുക്ക് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ടാവും. +1-ൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഇപ്പോൾ ടൈം മാനേജ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവും. പക്ഷേ ഇതേ കാര്യം നമ്മൾ തുടക്കം മുതലേ ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു ഫോൾട്ട് നമുക്ക് വരില്ല. ഓക്കെ, അപ്പോൾ +2 ജ്വാല ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എക്സാംസ് നടത്തും. അപ്പോൾ അതിനു മുമ്പ് ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ ചാപ്റ്ററിൻ്റെയും ലേണിംഗ് വീഡിയോസ് ഉണ്ടാകും. ഈ ചാപ്റ്ററിൻ്റെ ഒക്കെ PDF ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാകും, വർക്ക് ഷീറ്റുകൾ, ക്വസ്റ്റ്യൻ ബാങ്കുകൾ, അതേപോലെ തന്നെ മറ്റ് PYQs ആയിട്ടൊരു വീഡിയോ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതോട് കൂടി തന്നെ നിങ്ങൾക്ക് ആ ഒരു മോഡൽ എക്സാംസ് ഒക്കെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ ഓരോ നമ്മുടെ സ്കൂളിൽ നടത്തുന്ന എക്സാംസ് ഒക്കെ നമുക്ക് എക്സലൻ്റ് ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റും. പിന്നെ നമ്മുടെ ഫൈനൽ എക്സാമാണ് പബ്ലിക് എക്സാം. ഇതൊക്കെ കഴിഞ്ഞ അല്ലേ, ഈ ഒരു പാതയൊക്കെ ഫോളോ ചെയ്ത് നമ്മൾ നമ്മുടെ ഫൈനൽ എക്സാമിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഈസി ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഒറ്റൊരു കാര്യമേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഭയങ്കരമായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്ത് ഒരു കുറച്ച് ദിവസമാണ്
ആ ഒരു ദിവസം നമ്മൾ ഇതുവരെ നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളതിലല്ല കാര്യം. ഈ ഒരു കുറച്ച് ദിവസങ്ങൾ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, ഓരോ മിനിറ്റും നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അതിലാണ് കാര്യം. അപ്പോൾ ഈ ദിവസങ്ങൾ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മിസ് തരുന്ന വാക്കാണ്, നിങ്ങൾ വിചാരിച്ച റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ, ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ 5999 മാത്രമാണ് ഫീസ്. ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. മക്കളെ, ഇപ്പം നമ്മുടെ മുമ്പിലുള്ള +1 എക്സാം ആണെങ്കിലും +1 എക്സാമിനും ക്രാഷ് ബാച്ച് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. അല്ല, നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒറ്റക്ക് പഠിക്കാൻ പറ്റും മിസ്സേ എന്നാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വരിക, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അവിടെയും എക്സാമിന് ഫാമിലി ഉണ്ടാവും. മാരത്തോൺ ലൈവുകളും അതേപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സും സ്റ്റഡി ലീവിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുക, ആ പ്ലാൻ അനുസരിച്ച് പഠിക്കുക, എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതാം. ഓക്കെ, മിസ്സിൻ്റെ ഓരോ കുട്ടികൾക്കും ഒരു ബെസ്റ്റ് ഓഫ് ലക്ക്.